സന്തോഷകരമായ വീട്ടിൽ പെട്ടെന്ന് പ്രശ്നങ്ങളും അസ്വസ്ഥതകളും വർദ്ധിക്കുന്നത് സ്ഥിരമാണോ? എന്നാൽ അതിന് കാരണം നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകളാണ്. പലപ്പോഴും അത് വാസ്തുപ്രകാരം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുന്നു. എന്നാൽ ചില കാര്യങ്ങൾ അശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ അത് പലപ്പോഴും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അത്തരം ചില കാര്യങ്ങൾ ഇതാ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്: ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. വീട്ടിൽ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം ഒരിക്കലും ഒഴിഞ്ഞു കിടക്കരുത്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇവ ഒരിക്കലും ശൂന്യമല്ലെന്ന് ഉറപ്പുവരുത്തുക. ശൂന്യമായി കിടന്നാൽ പലപ്പോഴും അത് അന്നപൂർണ ദേവിയുടെ കോപത്തിന് ഇടയാക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന പാത്രങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു കിടക്കാനുള്ള വകയുണ്ടാവരുത്. കുളിമുറിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബക്കറ്റിനെ കുറിച്ചാണ് രണ്ടാമതായി ഇതിൽ പറയുന്നത്. ഒരു കാരണവശാലും കുളിമുറിയിലെ ബക്കറ്റ് ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. എപ്പോഴും അല്പം വെള്ളമെങ്കിലും ഇതിൽ വേണം. അല്ലാത്ത പക്ഷം വാസ്തുപ്രകാരം അത് ദോഷങ്ങൾ വരുത്തുന്നു. ദാരിദ്ര്യത്തിലേക്ക് ഇത് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നു. നീല നിറത്തിലുള്ള ബക്കറ്റാണ് ഏറ്റവും ഉത്തമം. എന്ന് മാത്രമല്ല, പൊട്ടിയതോ കറുത്തതോ ആയ ബക്കറ്റ് ഒരു കാരണവശാലും കുളിമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യരുത്. ഇത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഇതിൽ മൂന്നാമതായി പറയുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്ന പൂജാപാത്രങ്ങളെ കുറിച്ചാണ്. പൂജക്കുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന പാത്രവും ഒരിക്കലും ഒഴിഞ്ഞു കിടക്കരുത്. പ്രത്യേകിച്ച് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കിണ്ടിയിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തുപ്രകാരം ഐശ്വര്യം നിറയ്ക്കുന്നു. മാത്രമല്ല, പൂജാപാത്രത്തിൽ ഗംഗാജലം നിറക്കുകയോ അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം നിറച്ച് ഒരു തുളസി ഇലയും വെക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു എന്നാണ് വിശ്വാസം. ഇതിൽ നാലാമതായി പറയുന്നത് നിങ്ങൾ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന ലോക്കറിനെ കുറിച്ചാണ്. ഒരു കാരണവശാലും വീട്ടിലെ ലോക്കർ കാലിയായി കിടക്കരുത്. ഇത് ലക്ഷ്മി കോപം ഉണ്ടാക്കുന്നു. എപ്പോഴും 1 രൂപയെങ്കിലും ഇവിടെ സൂക്ഷിച്ചിരിക്കണം. ലോക്കർ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സും ഒരിക്കലും കാലിയാവരുത്. ചില്ലറ നാണയങ്ങളെങ്കിലും ഇതിൽ സൂക്ഷിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ. കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിൽ നിറയുന്നു. ഇതിൽ അഞ്ചാമതായി പറയുന്നത് വീട്ടിൽ പരുഷമായ വാക്കുകൾ സംസാരിക്കുന്നവരെ കുറിച്ചാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതെങ്കിലും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരോട് പരുഷമായ വാക്കുകൾ പറയരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അസ്വസ്ഥത നിറയ്ക്കുന്നു. ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോവുകയും പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരു കാരണവശാലും ഇത്തരം കുടുംബങ്ങളിൽ സ്വസ്ഥതയുണ്ടാവില്ല എന്ന് പറയുന്നു. ഇത്തരത്തിൽ വാസ്തുപ്രകാരം നിലനിൽക്കുന്ന ചില മോശം ഫലങ്ങളെ ഒഴിവാക്കാൻ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു പ്രയാസങ്ങളും ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കുമെന്നും പറയുന്നു. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി നിങ്ങളുടെ കുടുംബത്തിലും ഐശ്വര്യവും ആയുരാരോഗ്യവും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.